വിജയനാഥ് സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റിയെ പറ്റി പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിൽ നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന മോസ്റ്റ് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ, അദ്ദേഹം യാത്ര ചെയ്യുന്ന പ്ലെയിനുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ക്യാറ്റ്സ്, അദ്ദേഹം ഒരു സ്ഥലത്ത് വരുന്നതിന് മുമ്പ് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ, അത് വിദേശത്താണെങ്കിലും ശരി ഇവിടെയാണെങ്കിലും ശരി, അജിത് ഡോവൽ 2 ദിവസം മുമ്പേ ഇവിടെ എത്തിയിട്ട് അജിത് ഡോവൽ ആ സ്ഥലം എല്ലാം ഒന്ന് നിരീക്ഷിക്കും. അദ്ദേഹം പൂർണ്ണമായിട്ട് ആ സ്ഥലം നിരീക്ഷിച്ച ശേഷം മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരികയുള്ളൂ. പക്ഷേ എങ്കിലും നരേന്ദ്രമോദി, സുരക്ഷ ഇത്രയധികം ഉണ്ടെങ്കിലും ചില സമയത്ത് നരേന്ദ്രമോദി വലിയ രീതിയിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നമ്മൾ കണ്ടതാണ്. കൊച്ചി നഗരത്തിലൂടെ അദ്ദേഹം ഇറങ്ങി നടന്നു പോകുന്നത്, പുഷ്പവൃഷ്ടിയായിട്ട് അപ്പുറവും ഇപ്പുറവും നിന്ന് BJP പ്രവർത്തകർ, അത് ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പോഴും, എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും നമ്മുടെ റിപ്പബ്ലിക് ഡേക്കായിരുന്നാലും ഇൻഡിപെൻഡൻസ് ഡേക്കായിരുന്നാലും നമ്മുടെ ചെങ്കോട്ടയിൽ കൊടി ഉയർത്താനൊക്കെ വരുമ്പോൾ അവർ നിൽക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡിനകത്താണ്. മോദി വന്ന ശേഷം മോദി പറഞ്ഞു അതെനിക്ക് വേണ്ട, അതെടുത്ത് മാറ്റൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ചർച്ചയാകുന്നത് നരേന്ദ്രമോദിയുടെ ആ ഒരു സെക്യൂരിറ്റിയിലുള്ള ഒരു കമാൻഡോയെക്കുറിച്ചാണ്. ഒരു വനിതാ കമാൻഡോ ആണല്ലേ? അതെ. ആ വനിതാ കമാൻഡോയെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും ലോകമെമ്പാടും നടക്കുന്നുണ്ട്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്, ലോകത്തെ നമ്പർ 1 നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയിലും അത്രയധികം പ്രാധാന്യം ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യവും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ആ വനിതാ കമാൻഡോയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ? ധനുഷ്, ഇപ്പം ഈ ഒരു നരേന്ദ്രമോദിക്കുള്ള ഈ SPG കമാൻഡോകൾ, സുരക്ഷ, ഇത് നരേന്ദ്രമോദിക്ക് മാത്രമുള്ളതല്ല, അത് പ്രധാനമന്ത്രിക്കുള്ളതാണ്. അത് നരേന്ദ്രമോദി മാറി ഇനി നാളെ ധനുഷ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സുരക്ഷാ സംവിധാനം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഇതിന് വളരെ ഗംഭീരമായ രീതിയിൽ ശ്രദ്ധ കിട്ടുന്നത്, അല്ലേ? അത് കാരണമുണ്ട്. കാരണം ഇപ്പം നേരത്തെ ധനുഷ് പറഞ്ഞല്ലോ, ഇപ്പം നരേന്ദ്രമോദി വന്നപ്പോൾ കൊച്ചിയിലൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ SPG സുരക്ഷാ ഭടന്മാര് അവരിവരെ ഈ ഇദ്ദേഹത്തെ അനുഗമിക്കുന്നത് ജനങ്ങൾ കാണുകയാണ്. പണ്ടിത്രയും കാണാനുള്ള സൗകര്യമൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അവരെ വാഹനത്തിലിരുന്ന് കൈ കാണിച്ചു പോകും, ഇങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മൻമോഹൻ സിംഗ് ഒക്കെ എത്ര ഇറങ്ങി നടന്നിട്ടുണ്ട്? ഇല്ലെന്നുള്ളതാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഓരോ പ്രധാനമന്ത്രി വരുമ്പോൾ അവരുടെ സ്വഭാവം ഇവർക്ക് നന്നായി അറിയാം, എങ്ങനെയായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നു, അദ്ദേഹം BJPയുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വരുന്നു, ഒരു ഇലക്ഷൻ സമയമാണെന്ന് വിചാരിക്കെ. ഇവർക്കറിയാം, എവിടെയെങ്കിലും വെച്ച് വണ്ടി നിർത്താൻ പറയും, ഇറങ്ങും. പക്ഷെ ചില പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ മറ്റു ചില നേതാക്കന്മാർ അങ്ങനെ ഇല്ല എന്നുള്ളത് അവരുടെ ആ ഒരു പൊതു സ്വഭാവം അറിയുമ്പോൾ അതനുസരിച്ച് അവരൊരു മുൻകൂട്ടി കണക്ക് കൂട്ടലുകൾ നടത്തും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ചാടി ഇറങ്ങി പോവുക. രാജീവ് ഗാന്ധി ഇടയ്ക്ക് എന്തായിരുന്നു ചെയ്തിരുന്നത്? തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയപ്പോഴത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുകയല്ലേ. അതുകൊണ്ടല്ലേ, അത് മനസ്സിലാക്കിയിട്ടല്ലേ അവർ ഇത്തരത്തിൽ ചാവേറുകളായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ എപ്പോഴും നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരുടെ നീക്കം ഓരോരുത്തരും മനസ്സിലാക്കുമെന്നുള്ളതാണ്. അത്രയും പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ തരത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഇപ്പോൾ ഇടയ്ക്ക് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന ആ ഒരു സമയത്ത് കേരളത്തിലെ പലരും പറഞ്ഞു മോദി ശബരിമലയിൽ വരും എന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് കരുതിയതാണ്. അതെ, ഞാൻ അത് ചോദിക്കാനാവല്ലത്. നരേന്ദ്രമോദി ശബരിമലയിൽ എത്തിയിട്ടില്ല. ശബരിമലയിൽ നരേന്ദ്രമോദിയുടെ ഈ സുരക്ഷ പ്രായോഗികമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം അത് ശബരിമല എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ക വനത്തിന് നടുക്കാണ് ഇരിക്കുന്നത്. 5 കിലോമീറ്റർ കയറി പോകണം. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നാൽ ഈ 5 കിലോമീറ്റർ അല്ല 10 കിലോമീറ്ററും അദ്ദേഹം ചാടി കയറി ഓടി കയറി പോകും. എന്തെങ്കിലും അവിടെ വെച്ച് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടാകുന്ന വലിയ പരാജയമല്ലേ. അതും ഒരു രാഷ്ട്രത്തലവൻ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വനത്തിന് നടുവിൽ എത്ര തരത്തിൽ ഈ സുരക്ഷാ ഭടന്മാർക്ക് ഇറങ്ങി കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റും? അത് നടക്കത്തില്ല. ഒരു കാനനത്തിന് ഒരു പാതയുണ്ട്, ആ പാതയിലൂടെ അല്ലേ ശബരിമലയിൽ എത്തുന്നത്.
അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ വന്ന് നേരത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല, അനുവദിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഹെലികോപ്റ്ററിൽ ചെന്ന് ഇറങ്ങുക, അവിടെ ശബരിമലയിൽ ഹെലികോപ്റ്ററിൽ ചെന്ന് ഇറങ്ങുന്ന ഒരു പരിപാടി അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അങ്ങനെ ഒരു നീക്കം നടത്തി. പരിസ്ഥിതിവാദികൾ അതിനെ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ശരംകുത്തിയിൽ ഇതിനു വേണ്ടി ഒരു ഹെലിപ്പാഡ് വരെ ഉണ്ടാക്കി. പിന്നെ എന്ത് ചെയ്യും, പല ഉന്നതന്മാരെല്ലാം ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന ഒരു രീതിയിലേക്ക് പോകും. അത് പിന്നെ ടൈഗർ റിസർവാണത്. ഈ ഹെലികോപ്റ്ററൊക്കെ വരുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാക്കിയല്ലേ വരുന്നത്. അപ്പോൾ അത് മൃഗങ്ങൾക്ക് അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ നരേന്ദ്രമോദി ആ തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകാഞ്ഞത്. കാരണം പരിസ്ഥിതിവാദികളുടെ എതിർപ്പ് ഉണ്ടാകും, വനം വകുപ്പിൻ്റെയും എതിർപ്പുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ SPG ഭടന്മാരുടെ ഒരു വരവ് നമുക്കറിയാം. ഈ ഇവരുടെ കമാൻഡോകൾ ഒരു ചെറിയൊരു പെട്ടി ഇങ്ങനെ പോലെ തൂക്കി. അത് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും ഒരു സംശയമുണ്ട് ഇതെന്താണ് എന്നുള്ളത്. അത് എന്തെങ്കിലും പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അതൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഈ പിന്നെ ഇദ്ദേഹത്തെ അങ്ങ് ഒരു ഷീൽഡാണ്, അതങ്ങ് മറയ്ക്കും എന്നുള്ളതാണ്. അപ്പം ഒരു ആവരണം ആണത്, മറച്ചു നിർത്താനുള്ള ഒന്നാണ്. ഇപ്പം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നരേന്ദ്രമോദി ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ കൂടുതൽ ശ്രദ്ധയും പോകുന്നത് ഈ SPG കമാൻഡോകളുടെ ഇതിലേക്കാണ്. കാരണം അവരിങ്ങനെ വളരെ വിജിലൻ്റായിട്ടല്ലേ നിൽക്കുന്നത്. അവർ പിന്നെ തൃശ്ശൂരാണെന്ന് തോന്നുന്നു, അതോ എറണാകുളത്തോ വന്നിറങ്ങിയപ്പോൾ ആരോ പിന്നെ സന്തോഷം കൊണ്ട് BJP അണികളെ ഒരു താമരയൊക്കെ പൂവെടുത്ത് എറിഞ്ഞപ്പോൾ അത് ഇവരെ ചാടി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ടെലിവിഷനിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ അത്ര വിജിലൻ്റായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു വനിതാ കമാൻഡോ. ഇത് നരേന്ദ്രമോദിയോടൊപ്പം ആരാണിത്? അല്ല, നമ്മളതിനെ ഒരു വേർതിരിവ് കൽപ്പിക്കുകയല്ല. എന്താ വനിതാ കമാൻഡോ വന്നാൽ എന്താ കുഴപ്പം? ആരാണെന്നുള്ളതാണ് ഇപ്പം. അത് പ്രസിഡന്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വനിതാ കമാൻഡോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒരുപക്ഷെ SPGയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു വനിതാ കമാൻഡോ തന്നെയാണ് എന്നുള്ളതുമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ വനിതകൾ എവിടെ വരെ എത്തി എന്നുള്ളതും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ കൂടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പുരുഷന്മാരെ മാത്രമായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് ഇതൊരു തുടക്കമായിരിക്കാം. ഒരു വനിതാ കമാൻഡോയുടെ രംഗപ്രവേശവും തുടർന്ന് ഇനി അങ്ങോട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇനി ആരാണ് എന്നുള്ളതിൽ ചിലർക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേക പരിശീലനമൊക്കെ നേടിയവരല്ലേ, അതിവിദഗ്ധന്മാരായിട്ടുള്ളവരാണ്. ഇപ്പം ഇവരൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുറകിൽ നിൽക്കുമല്ലോ ഈ കമാൻഡോകൾ നിൽക്കും. അവർ എത്രയോ സമയം മാത്രമേ നിർത്തത്തുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ഏകാഗ്രത, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മണിക്കൂറുകളോളൊന്നും നിൽക്കത്തില്ല. ഒരു 15-20 മിനിറ്റൊക്കെ വരെ ഇങ്ങനെ ഏകാഗ്രതയോടുകൂടി പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് കഴിയുമ്പോഴത്തേന് ഇവരെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. കാരണം അവരിങ്ങനെ എല്ലാ വഴികളിലൂടെയാണല്ലോ അവരുടെ മനസ്സ് ഇതിങ്ങനെ പോകുന്നത്, കണ്ണുകൾ ദൃഷ്ടി ഇങ്ങനെ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയം നിൽക്കുമെന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ ഈ വനിതാ കമാൻഡോയുടെ ഇനി ഏത് തരത്തിലുള്ള പ്രകടനമാണെന്നും കൂടിയാണ് നമുക്കിനിയിപ്പം കാണേണ്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.